ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പൊന്മുടി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റേ ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് ഓബൈ താമരയിലാട്ടോ, നമ്മുടെ ലുലുവിനടുത്തായിട്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തന്നെ കുറച്ച് ലേറ്റായി. നമ്മൾ പൊന്മുടിയിൽ നിന്നൊക്കെ കണ്ടു വരുമ്പോഴത്തേക്ക് 4 മണിയായി കേട്ടോ. ഏകദേശം നമ്മൾ ഓബൈ താമരയിൽ എത്തിയപ്പം നമുക്ക് പിന്നെ വേളിയിലൊന്നും പോകാനുള്ളൊരു ടൈം ഉണ്ടായില്ല, കാരണം നല്ല രീതിയിൽ ലേറ്റ് ആയിരുന്നു. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വേളിയിൽ ചെന്നിട്ട് ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഹേസപ്പിന് സ്വിമ്മിംഗ് പൂളായിരുന്നു മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഓബൈ താമരയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തു റൂമിലോട്ട് പോവാണ്. സ്വിമ്മിംഗ് പൂളിൽ പോണ യേസു യേസപ്പ് ഉറങ്ങുമല്ലായിരുന്നോ? ആ ഉറക്ക ക്ഷീണമില്ലേ? ഓ, നമ്മൾ 7th ഫ്ലോറിലാണോ? അപ്പം നമ്മൾ ഓബൈ താമരയിലെത്തി. നമ്മൾ ചെക്കിങ് ആയി റൂമിലോട്ട് പോവാണ്. ആ പൂളിലെല്ലാം ആൾക്കാരുണ്ട് കേട്ടോ. കേസ് ആരോടാ കേസ്? ഈ ചെറിയ പാല കയറി നമുക്കിവിടെ ഓപ്പോസിറ്റാ, പക്ഷെ അവിടെ പറഞ്ഞ കണ്ടവാ. അതുകൊണ്ടല്ലേ ഞാൻ ചാടി ഇവിടെ കയറി. ഇതാണ് റൂം. ഇവിടെ വാഷ്റൂം, ചെറിയ റൂമാ അല്ലേ? പക്ഷെ പൂള് കാണാം, അപ്പുറത്തോട്ട് നോക്കരുത്, ഇവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. മത്സ്യഫെഡ്. ഓ, ഇവിടെ നോക്കുമ്പോ സ്വിമ്മിംഗ് പൂളിലും കാണും, പക്ഷെ അപ്പുറത്തെ സൈഡിലേ ആണ് നമ്മുടെ റൂം. അങ്ങനെ നമ്മള് ഇനിയിപ്പോ എന്താ പ്ലാൻ? എവിടെ പോകുന്ന ഇനി യേസുക്കുട്ട? നമ്മള് നമ്മുടെ സാധാരണ എല്ലാവരും ലേസ് ചിപ്സ് അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു സ്ഥാനത്ത് മിനി ബാർ ഐറ്റം വെച്ചിരിക്കുന്നത് ബനാന ചിപ്സ്, അരിമുറുക്ക്, മിക്സർ, ഉപ്പേരി. ഇത് നമ്മുടെ കേരള സ്റ്റൈല്. ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നു. നമ്മള് പലയിടത്തും താമസിച്ചിട്ടുണ്ട്, പക്ഷെ ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം. only applicable on a treatment above 2000. അതായത് 2000 രൂപ മേളിൽ എടുത്ത് കഴിഞ്ഞാൽ 500 രൂപ അവർ കോപ്പറേറ്റ്. പിന്നെ അത് നേരെ അവിടെ പോയത് എന്തോ? നിനക്ക് ഏത് റിസോർട്ടിൽ പോയാലും ഇതേ ഉള്ളൂ. സ്വിമ്മിംഗ് പൂളിലോട്ട് പോകുന്ന യേശുക്കുട്ടാ ചുപ്പതാണോ? വെയിലാ, വെയില് വെയില്. താണ്ടെ കുളിച്ചോണ്ട് ലുലുമാള് കാണാം. അമ്മേ, അവിടെ കട്ടിങ് അമ്മ താഴെ പോത്തില്ലെന്ന്. ലിഫ്റ്റിൽ പോയപ്പോൾ വൈൻ കോമഡി ആയിരുന്നേ. ഞാൻ ഇവിടുന്ന് ആദ്യം ലിഫ്റ്റിൽ കയറി 7 ഞെക്കി. എന്നിട്ടുണ്ടല്ലോ ലിഫ്റ്റ് ഞാൻ ഞെക്കിയിട്ട് ഇത് പോകുന്നില്ലേ. എന്നിട്ട് അത് നേരെ ഗ്രൗണ്ടിൽ പോയിട്ട് പിന്നെ ഞാൻ 2 പേര് കയറി. അവർ 3rd ഇറങ്ങിയേ. അവർ 3rd ഇറങ്ങി. ഗ്രൗണ്ടിൽ നിന്ന് കയറിയവർ 3rd ഇറങ്ങി. എന്നിട്ട് ഞാൻ 7 ഞെക്കിയിട്ട് ഇതൊന്നും ആവുന്നില്ലേ. ഇത് നേരെ അങ്ങ് പോവാ 8 പോയി. ഞാൻ ഇതെന്ത് 8? ഞാൻ ഞെക്കിയില്ലല്ലോ. അപ്പത്തേന്
ലിഫ്റ്റ് ഔട്ട് ഓഫ് ഓർഡർ. ഞാൻ ദൈവമേ, ഞാൻ പെട്ട് കരണ്ട് പോവാ. എന്നിട്ട് പെട്ടെന്ന് വാതിൽ തുറന്നു, ഗെറ്റ് ഔട്ട്. ഞാൻ ചാടി പുറത്തിറങ്ങി. എന്നിട്ട് ഞാൻ മണ്ട പോയി. എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഞാൻ താഴോട്ട് ഞാൻ എന്നിട്ട് നോക്കുമ്പോ താഴോട്ട് വരെ സ്റ്റെയർ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കരണ്ട് പോയി. പിന്നെ കരണ്ട് വരുന്നു, പിന്നെ പോകുന്നു. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് ലിഫ്റ്റിൽ ഞെക്കി. ഭാഗ്യത്തിന് അത് വന്നു. നേരെ താഴെ ഇറങ്ങി. ഞാൻ താഴെ ഇറങ്ങി പുറത്തിറങ്ങിയപ്പോ പിന്നെ കരണ്ട് പോയി. വിശന്ന് പോയോ യേസുകുട്ടൻ? വിശന്ന് പോയോ? ഞാൻ കഴിച്ചോ? അയ്യോ, അവരോടത്ത് ഇത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞില്ല. എങ്ങനെയുണ്ട് ജ്യൂസ്? ഇപ്പം ജ്യൂസ് ലുലുവിൽ നല്ല തിരക്കുണ്ട്. നമുക്ക് ഇവിടുന്ന് ട്രാഫിക് കാണാം കേട്ടോ. അപ്പം ഇനി വണ്ടിയും കൊണ്ട് പോകണോ വല്ല ഓട്ടോയ്ക്കും കയറി അങ്ങോട്ട് പോകണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അടുത്ത് റെഡി ആയിട്ട് ഞങ്ങളപ്പോൾ ലുലു മാൾ വരെ പോകാട്ടോ. നിങ്ങൾ അങ്ങോട്ട് പോകും, ഞങ്ങൾ ഇങ്ങോട്ട് വരാം. യെസ്, ഉറപ്പായിട്ട് വെച്ചേരും ഇവിടെ. എന്താപ്പേ എടുക്കുന്നില്ലയോ? ഈ പ്രാവശ്യം മുന്നിൽ കയറണം, ട്രെയിനിൽ മുന്നിൽ കയറണം, ഇല്ലെങ്കിൽ കയറത്തില്ല. ആദ്യത്തെ ഇതിനകത്ത് കയറാം. നിർത്തുന്നില്ലേ? ഒന്നുകൂടെ ഉണ്ടോ? ഒന്നുകൂടെ വന്നിട്ട് ആദ്യത്തെ ഫ്രണ്ട് കയറിയിരിക്കണം. എന്താ അല്ല, നമ്മുടെ ഇതിനകത്ത് ചാർജ് കാണുമല്ലോ. അയ്യേ, 8 രൂപ 65 രൂപ. ഓടിപ്പോയി ഫ്രണ്ടിൽ കയറാ. അയ്യോ, അപ്പറയായിരുന്നു. കേറിക്കോ. എല്ലാവർക്കും ഫസ്റ്റ് സീറ്റ് ഇരിക്കണേ. ഫസ്റ്റ് സീറ്റ് ഇരിക്കാനുള്ള അടിയാ. അത് ഓപ്പൺ ആയതുകൊണ്ട് വൃത്തിക്ക് കാണാം. ഇറക്കം കഴിഞ്ഞ പ്രാവശ്യം ഇച്ച അതിനകത്ത് അങ്ങനാ ഇരുന്നത്. കേറാനും ഇറങ്ങാനും പറ്റത്തില്ല. അമ്മച്ചി ഏതോ ചേട്ടൻ തന്ന ബലൂണും ഒക്കെ ആയിട്ട് ഹേസ് താങ്ങും. ലുലുമോൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് കഴിക്കാൻ സ്ഥലം കണ്ടുപിടിക്കുന്നത്. വൺ ടാസ്ക്. സെർച്ച് പാർട്ടീസ് എല്ലാം തന്നെ, കുട്ടി സെർച്ചും ഉണ്ട്. സർവ്വ സെർച്ച് പാർട്ടിയും കൂടെ ആയിട്ട് ഒരുമിച്ച് നോക്കിയിട്ട് നടക്കണല്ലോ ഇവിടെ. ഞാനത് കണ്ടപ്പോഴേ ഓടുത്തേട്ടാ. ഞാൻ കുടിച്ചു നോക്കത്തില്ല. കുടിച്ചു നോക്കാം. അല്ല ശരിക്കും എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. സത്യം. അമ്മ കുടിച്ചോ? എനിക്ക് അയ്യോ അപ്പേ കുടിച്ച് അല്ല, ഞാൻ ചുമ്മാ പറയുവല്ല, സത്യമായിട്ടൊന്ന് കുടിച്ചു നോക്ക്. അത് മധുരമാ. അപ്പ കുടിച്ചു നോക്ക്. എനിക്കങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഈ കൊത്തു പൊറോട്ട ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. എവിടെ പോയതാ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക് എവിടെ പോയതാ? ഞങ്ങൾ പയ്യെ വരുന്നതെന്ന് വെച്ചാൽ സ്പീഡിൽ പോയതാട്ടോ. ഫ്ലോറൊക്കെ മാറി അങ്ങ് ഏറ്റവും ഗ്രൗണ്ടിൽ വരെ പോയിട്ട് വരുന്ന വിലവ. 2 വീലർ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്.
ഞങ്ങളപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ നല്ല എല്ലാ ടൈപ്പ് വെറൈറ്റീസും ഉണ്ട്. ചട്നി എത്ര? ഓണിയൻ ചട്നിയോ? കോക്കനട്ട് ചട്നി, ടൊമാറ്റോ ചട്നി. ഇതേതാ? ഇഡ്ഡലി. ഇത് ഇഡ്ഡലി, കോക്കനട്ട് ഇഡ്ഡലി അല്ലാതെ ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി അടിപൊളിയാണെന്ന് അപ്പയുടെ വക ഉണ്ടായിരുന്നു. പോകുമ്പോൾ സൂക്ഷിച്ചാണേ. പുട്ട്, കോൺപുട്ട്, സാധാ പുട്ട്, നമ്മുടെ സാധാ വെള്ളപ്പുട്ട്. എന്താ അതൊന്നും തുറന്ന് കാണിക്കണ്ട. സേമിയ, സാധാരണ ആലു പറാത്ത, ഇവിടെ പനീർ പറാത്ത വെച്ചത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ ബേക്ക് ബീൻസ്, പോറിഡ്ജ്, ബ്രൗൺ പൊട്ടാറ്റോ. ഇതാ മൊത്തെടുത്തിട്ട് ഇത് നല്ലൊരു ഐറ്റം ആണെന്നാണ് ഇതിൻ്റെ വക. എന്നത്തെ ചിക്കൻ സോസേജ്, ഐറ്റംസിൻ്റെ സ്പ്രെഡ് നൈസാണ്. ഇതധികം കണ്ടിട്ടുള്ള സാരി ധോക്ല അധികം ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷേ ഇത് വെരി അതുപോലെ ഇവിടെ സ്വീറ്റ് കട യോഗട്ടില്ല. സ്വീറ്റ് കട നൈസാണ്. കോഫി ക്രസാൻ്റെ മേളിലെ അവർ കണ്ടമാനം ഒഴിച്ചിട്ടുള്ളത് ഇറ്റ് ഫെൽറ്റ് ടു മച്ച്. ചോക്ലേറ്റ് ഡോണറ്റാണ്. കൊള്ള ഐറ്റംസ് വാട്ടർമെലൺ, മിക്സഡ്, കുക്കുംബർ, മാംഗോ ഷേക്കും, പിന്നെ കോൾഡ് മിൽക്കും. ഇതായിരുന്നു വെറൈറ്റി കഴിയുള്ളൂ. ക്യാരറ്റ് ബേക്ക് ഞാനിത് കടലിലായിട്ട് പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് ഇതുണ്ട്. ഇതും കൊള്ളായിരുന്നു. ചിക്കൻ്റെ ഒരു ചെറിയൊരു സാൻഡ്വിച്ച് ആണ് ചെയ്തിരുന്നത്. കപ്പ് ഇടിച്ചമന്തി. ഇതില്ലേ ഇതും ക്രൊസാൻസ് അല്ലെങ്കിൽ കപ്പേപ്പ് ഇത് സാൻഡ്വിച്ച് എല്ലായിടത്തും കിട്ടും. പക്ഷേ ഈ റേറ്റ് ഞാൻ ആദ്യം മുട്ടക്കകത്ത് ക്യാരറ്റ് വെച്ചിട്ട് അതുകൊണ്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? പപ്സ് വന്ന് പപ്സ് അതിനെന്ത് ചെയ്യേ? അത് പപ്സ് ഒന്നും അല്ല. ഞാൻ ഫസ്റ്റ് കുറച്ച് സോസേജും ഒരു ബോയിൽഡ് എഗ്ഗും ചിക്കൻ ക്രീമി സൂപ്പാണ്. നല്ല സോഫ്റ്റ് പൂ പോലത്തെ അപ്പം കേട്ടോ. വിയർഡ് കോമ്പിനേഷൻ ആണോ? ഇഡ്ഡലി, ചമ്മന്തികൾ, ക്യാരറ്റ്, ചിക്കൻ സോസേജിൻ്റെ കൂട്ടത്തിൽ ഡോക്ല. ആരുടെയോ പേര് വിളിക്കുന്നവരുണ്ടല്ലേ? ആരുടെയോ പേര് വിളിക്കുന്നവർ ഡോക്ല. അയ്യോ ഇതുണ്ട് ഈ ബല്ല്. ഇല്ല, ഞാൻ ഇപ്പോഴാ കണ്ടേ. നമ്മൾ ഇറങ്ങാണ്, വെക്കേറ്റ് ചെയ്യുവാണ്. എല്ലാം ഒന്നും കൂടെയൊക്കെ നോക്കി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതായിരുന്നു കസ്റ്റമർ സർവീസ് സൂപ്പർ. പൂളിൽ ഒരു കിഡ്സ് പൂൾ ആകാമായിരുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, പക്ഷെ അതില്ല.
എല്ലായിടും നല്ല നീറ്റാണ്. നമ്മൾ ഒരു സാധനം ചോദിക്കാൻ നമുക്ക് എത്തിക്കോളും. ഞാൻ അവിടെ ചെന്ന് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ രാവിലെ ചെന്ന് കയറിയിട്ട് എനിക്ക് മൂക്ക് തുറക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു ടിഷ്യൂ കിട്ടുന്നില്ല. ഞാൻ ടിഷ്യൂ തപ്പുന്നത് കണ്ട് മനസ്സിലാക്കി ഷെഫ് അവിടുത്തെ പുള്ളി വന്ന് കണ്ടിട്ട് ഓടി വന്ന് അതെന്താന്നറിയാവോ, അവിടെ എല്ലാം കൂടെ ഇച്ച മൂക്കൊലിച്ചിട്ട് അയാളുടെ ഫുഡിനെ എല്ലാരും മോശം പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവക്കാതി ഫുഡ് ബുഫേ കുറച്ച് ഐറ്റംസ് ആണ്, പക്ഷെ ഉള്ളതെല്ലാം നല്ലതായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു. കണ്ടമാനം കുറേ വെറൈറ്റി ഇല്ലെന്നുള്ളതേ ഉള്ളൂ. അത് മറ്റ് വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലേക്ക് മെറിഡിയനോ അല്ലെ ക്രൗൺ പ്ലാസയുമായി കമ്പയർ ചെയ്യുമ്പോഴേ ഉള്ളൂ. അതർവൈസ് ധാരാളം ഉണ്ട്. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതിൽ കവിഞ്ഞ് ഉള്ള ഐറ്റംസ് അവിടെ. ലാസ്റ്റ് ടൈം നമ്മുടെ പൂവാർ ട്രിപ്പിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഫാർ 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 ബെറ്റർ. അതെ, ബ്രേക്ക്ഫാസ്റ്റ് ഫാർ ഫാർ ബെറ്റർ. ബാർ ആണെങ്കിലും അയ്യോ, ഹൈ ബാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ആംബിയൻസും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് 5 സ്റ്റാറിന്റെ പോലത്തെ അല്ല 3 സ്റ്റാർ ഇതേതായിരുന്നു. അപ്പൊ അതിന്റേതായിട്ടുള്ള റേറ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. റേറ്റ് എല്ലാം 5 സ്റ്റാറിൻ്റെതായിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സർവീസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. 5 സ്റ്റാർ എന്ന് പറയുന്നതിലല്ല, സർവീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആദ്യം ഇവർക്ക് സൂപ്പർ ആയിരുന്നു. നോക്കി വണ്ടിയുടെ ബാക്കിൽ എടുത്ത് ഇപ്പൊ ഇതാ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്നിനി എവിടെയും പോകുന്നില്ല. 2 പേർക്കും ജോലിക്ക് കയറേണ്ടത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. മുടി പോയിട്ട് വന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി അവിടുന്ന് വന്നപ്പോഴത്തേക്ക്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് എവിടെയും പോവാൻ സ്ഥലമില്ലായിരുന്നു. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പൊ ശരി, ബൈ.